കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം. പുരാണ കഥയുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിച്ച കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ വേറെയും 4 ശിവപ്രതിഷ്ഠകൾ ശിവപാദ സങ്കല്പത്തിലും ഈ ക്ഷേത്രത്തിലുണ്ട്. ചിരഞ്ജീവിയായ മാർക്കണ്ഡേയന്റെ ഭക്തിയിൽ പ്രാണൻ രക്ഷിച്ച ദേവനാണ് തൃപ്രങ്ങോട്ടപ്പൻ. ശിവഭക്തി ഒന്നുകൊണ്ട് മാത്രം പ്രാണരക്ഷ നേടിയ മഹാമുനിയാണ് മാർക്കണ്ഡേയമുനി. ബ്രഹ്മാവിൽ നിന്നും നേരിട്ട് ജനിച്ച ഭൃഗു മഹർഷിയുടെ പരമ്പരയിൽ മൃഗണ്ടു എന്നൊരു മുനിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശിവപ്രസാദം കൊണ്ട് ലഭിച്ച പുത്രനാണ് മാർക്കണ്ഡേയൻ. ശിവഭക്തനായ മൃഗണ്ടു സന്താന ലാഭത്തിനു വേണ്ടി ശിവനെ തപസ് ചെയ്തു. ശിവൻ സംപ്രീതനായി ചോദിച്ചു, അങ്ങയ്ക്ക് 16 വയസ്സിൽ ദിവംഗതനാകുന്ന പുത്രനെ നൽകാം. അവൻ ശ്രേഷ്ഠനും ദിവ്യനും അനശ്വരനും ആയിരിക്കും. അഥവാ ദീർഘായുസ്സുള്ള സാധാരണ സ്വഭാവിയും യോഗ്യതകളുടെ പോരായ്മകളുള്ളതുവനുമായ ഒരു പുത്രനെ തരാം. ഇഷ്ടമുള്ളത് വരിക്കുക. മൃഗണ്ടുവിന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. മുനി 16 വയസ്സുള്ള സൽപുത്രനെ വരിച്ചു. അങ്ങനെ മാർക്കണ്ഡേയൻ ജനിച്ചു. ശിവഭക്തി കൊണ്ടും അനന്യസാധാരണമായ ധിഷണാശക്തി മൂലവും ബാലൻ പ്രശസ്തനായി. അവനിൽ വേദശാസ്ത്രജ്ഞാനം സ്വയം ഉൽപ്പന്നമായി. വൈരാഗ്യം സിദ്ധിച്ചു. ജീവൻ മുക്താവസ്ഥ തെളിഞ്ഞു വന്നു. ബാല്യത്തിലെ തന്നെ ഈ അസാധാരണ പ്രതിഭ കണ്ട മാതാപിതാക്കളുടെ ഉള്ളം ഉരുകി. ഏതാനും വർഷം മാത്രം ആയുസ്സുള്ള അവനെ കാണുമ്പോൾ മാതാപിതാക്കൾ വിതുമ്പി. ഇതിൻ്റെ കാരണമാരാഞ്ഞ മകനോട് മൃഗണ്ടു സത്യം ബോധിപ്പിച്ചു. മാർക്കണ്ഡേയൻ ദൃഢനിശ്ചയം ചെയ്തു, ഞാൻ മരണത്തെ അതിജീവിക്കും. അവൻ സന്യാസദീക്ഷ സ്വീകരിച്ചു. ശിവപൂജയും തുടങ്ങി. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. 16 വയസ്സ് തികയുന്ന നാൾ കാലൻ തൻ്റെ വാഹനത്തിലേറി മാർക്കണ്ഡേയൻ്റെ പ്രാണനെടുക്കാനെത്തി. ഈ സമയം മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു. കാലൻ തൻ്റെ കാലപാശം ചുഴറ്റി എറിഞ്ഞു. ശിവലിംഗത്തെയും ഒപ്പം മാർക്കണ്ഡേയനെയും കാലപാശം ചുറ്റി. ശിവന് മഹാകോപമുണ്ടായി. അദ്ദേഹം കാലനെ വധിച്ച് ഭക്തനെ രക്ഷിച്ചു. പിന്നെ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് കാലനെ പുനർജനിപ്പിച്ചു. മാർക്കണ്ഡേയൻ നിത്യം ജീവിച്ചിരിക്കുന്നയാളായ ചിരഞ്ജീവിയാകാൻ അനുഗ്രഹിച്ചു. ശിവന്റെ അനുഗ്രഹം ലഭിച്ച മാർക്കണ്ഡേയൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ വീണ്ടും തപസ് തുടർന്നു. മാർക്കണ്ഡേയനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് നാവാമുകുന്ദനാണെന്നും ഒരു കഥ പഴമക്കാർ പറയുന്നുണ്ട്. ഉപദേവതകളായി പാർവതി, ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു അല്ലെങ്കിൽ നാവാമുകുന്ദ സങ്കല്പത്തിലാണത്. ശ്രീകൃഷ്ണൻ ഗോശാലകൃഷ്ണ സങ്കല്പത്തിൽ, അയ്യപ്പൻ വേട്ടയ്ക്കൊരു മകൻ, ഭദ്ര, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി 8 ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ.